ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 1111 കുറിച്ചാണ്. ഞാൻ കുറച്ച് നാൾ മുന്നേ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടെ ഈ 1111 കുറിച്ച് ഞാൻ അങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷോർട്സിലും അതുപോലെ കോട്സിലൊക്കെ, ഞാൻ കോട്സ് വായിക്കുന്ന ഒരാളാണ്, അപ്പോൾ കോട്സിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ പിന്നാലെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ 1111 കാണാറുണ്ടല്ലേ. മെയിനായിട്ട് കാണുന്നത് ചിലപ്പം നമ്മുടെ മൊബൈൽ ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ നമ്പറായിരിക്കാം. അങ്ങനെ പല സമയത്ത് നമ്മൾ ഈ നമ്പർ കാണാറുണ്ട്. ഇതിൽ പറയുന്നത് ഇങ്ങനെ നമ്പർ കാണുന്നത് നല്ലതാണ്, നമുക്ക് എന്തോ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്ക് നല്ലതെന്തോ തരാനിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു, നമ്മളാരോ മിസ് ചെയ്തിട്ട് ആ മിസ് ചെയ്ത വ്യക്തി തിരിച്ചു വരാൻ പോകുന്നു, നമ്മളോട്ട് നമ്മുടെ സോൾമേറ്റ് അടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കാനായിട്ട് പോവാണ് യൂണിവേഴ്സ്, ആ പ്രോസസ്സിങ് സ്റ്റേജിലാണ് എന്നൊക്കെ അറിയിക്കുന്നതാണ് ഈ 1111 എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഈ നമ്പർ കാണുന്നതാണ്, പക്ഷെ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ലല്ലേ. ഇപ്പോഴായാലും ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കാം ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയുന്നത്, ചിലർക്ക് ഇതിന് മുന്നേ അറിയുന്നുണ്ടായിരിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പർ കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയാം. പിന്നെ എന്തുകൊണ്ടും നല്ലതാണ് ഈ നമ്പർ കാണുന്നതെന്നാണ് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ പേജസൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമല്ലോ. അപ്പോൾ അത് ഫോളോ ചെയ്ത കൂട്ടത്തിൽ ആണ് മെയിനായിട്ട് ഇത് വന്നത്. ഇങ്ങനെ നല്ലതാണ്, അങ്ങനെ നമുക്ക് ദൈവം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ പോവാന്നുള്ളത് കേട്ടോ. പക്ഷെ അതിനിടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്, ഫോണിൽ നമ്പർ കാണാറുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ അത് കാണുമ്പോഴേ ഓട്ടോമാറ്റിക്കലി സന്തോഷം തോന്നും. പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ ടൈം ഉണ്ടായിരിക്കുമല്ലോ, അതിൽ കാണാറുണ്ട്. ഞാൻ കൂടുതലും ടൈമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം ഞാൻ ബോട്ടിമിൽ ഈ പറഞ്ഞ പോലെ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോട്ടിമിൽ ഇങ്ങനെ ആഡ് വന്നു, ഈ നമ്പറിൻ്റെ ഒരു ആഡ് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, കൊള്ളാലോ സംഭവം എന്നുള്ളത്. നമുക്കത് കാണുമ്പോൾ സന്തോഷമാണുള്ളത്. ഇപ്പം നമ്മുടെ കാര്യം നടന്നിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് ആർക്കെങ്കിലും അറിയോ, ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ കേട്ട വേറൊരു കാര്യമാണ്, ഈ 1111 നമ്പർ നമ്മളിങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ ഇടയാകുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് പറയണം, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എന്നിൽ നടന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്നതിന് നന്ദി, നടക്കാൻ പോകുന്നതിന് നന്ദി, അല്ലെങ്കിൽ നടത്തി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നമ്പർ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഫോണിൽ അലാറമായിട്ട് വെക്കുക ഈ നമ്പർ. എന്നിട്ട് അലാറമായിട്ട് വെക്കുക നമ്പർ മീൻസ് ഉദ്ദേശിച്ചത് ഇപ്പം 11:11 AM അല്ലെങ്കിൽ 11:11 PM അലാറം വെക്കുക. എന്നിട്ട് അലാറം അടിക്കുമ്പോൾ നമ്മളത് കാണുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ കേട്ടു കേട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് അലാറം വെച്ചിട്ട് ഞാൻ തമ്പനയിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ നമ്പർ കാണുമ്പോൾ യൂണിവേഴ്സ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യിപ്പിക്കാൻ പോവുക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനിങ്ങനെ ചിന്തിച്ചു പോയത് കണ്ടപ്പോൾ ശരിയാണോ എന്നൊക്കെ ചിന്തിച്ചു പോയി. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും വലുതല്ല, ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കണം. അപ്പോൾ ചെറുതിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, അത് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കൊള്ളാലോ, അത് എനിക്ക് തോന്നിപ്പോയിട്ടോ. അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിലോട്ട് യൂണിവേഴ്സ് എത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോഴായി പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ, ഒന്നും ശരിയാവുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ ഒന്നുമല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരൊക്കെ എന്നോട് ചോദിക്കുക എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് സന്തോഷം തോന്നാറുണ്ട്, കാരണം ആരെങ്കിലുമൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ, നമുക്ക് സന്തോഷം വരുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ട്രസ്റ്റ് ദ ടൈമിങ്, ആ സമയത്തിൽ വിശ്വസിക്കുക. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ സമയത്തിൽ വിശ്വസിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളല്ല. എപ്പോഴും എനിക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കുറേ കാര്യത്തിലൊക്കെ വിശ്വസിച്ച് പോവാറുണ്ട്. പിന്നെ അതുപോലെ ഫോക്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഇട്ട് പോവാതെ അതിൽ ഞാൻ ഫോക്കസ് കൊടുക്കാറുണ്ട്.
എന്തോ എനിക്ക് ഫോക്കസ് കൊടുക്കാൻ തോന്നാറുണ്ട്. അത് ബ്രേക്ക് ചെയ്തിട്ട് വേറെ കാര്യത്തിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലോട്ട് തന്നെ അതെന്നെ വേണം എന്നുള്ള രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്ത് പോണ കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ച രീതിയിലൊന്നും എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട്. ഈ നമ്പർ കാണാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്. ഇപ്പോൾ 11:10 സമയമെങ്കിൽ ഇപ്പോൾ 11:11 നോക്കിയിരിക്കാം എന്ന് പറഞ്ഞ ഒരിക്കലും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. റാൻഡമായിട്ട് കാണുമ്പോഴാണ് ആ റിസൾട്ട് ഉണ്ടാവുക പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം, മനസ്സിലൊന്ന് വിചാരിച്ച് നോക്കുക. എന്നിട്ട് റാൻഡമായിട്ട് കാണുകയാണെങ്കിൽ ഭയങ്കര എനർജി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനർജി മാത്രമല്ല, സന്തോഷവും പ്ലസ് സമാധാനവും കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു സൈഡിൽ കേട്ടോ. ന്യൂ ബിഗിനിങ്, നമ്മുടെ ലൈഫിലോട്ട് പുതിയ എന്തോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൈനും കൂടിയാണ് 1111 കാണുന്നതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ 1111 മാത്രമല്ല, 444, 333, 222 അങ്ങനത്തെ കുറേ ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് 555 അങ്ങനത്തെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് കോമൺ ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഈ 1111 എന്നുള്ള സംഭവം ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കാര്യമായിട്ട് കേൾക്കുന്നതൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇത് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ കിട്ടുമല്ലോ. നമുക്ക് ഓരോരുത്തർക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ടോ, ഈ നമ്പർ കാണാറുണ്ടോ എന്ന് വെച്ച് മെസ്സേജ് ചിലപ്പോൾ അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല. എല്ലാവരും ബിസി ആയിരിക്കുമല്ലോ അവരുടെ ലൈഫിൽ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവും, നമ്മുടെ ഫ്രീക്വൻസി ലെവൽ നന്നായിട്ട് റൈസ് ആവും എന്നൊക്കെയാണ് മെയിനായിട്ട് പിന്നെ പറയുന്നത് കേട്ടോ. ഈ ഒരു നമ്പർ കാണുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഫോക്കസ് കൂടും. നമ്മളിങ്ങനെ നമ്പർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഓ അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ നടക്കാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ആക്ഷൻ എടുക്കലും കൂടും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഫോക്കസും കൂടും. പിന്നെ ആക്ഷൻ എടുക്കാൻ പോകുന്നത് എല്ലാ കാര്യത്തിൻ്റെ മെയിൻ സംഭവമാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇതൊക്കെ വിചാരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കണം എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡും ലോ ഓഫ് അട്രാക്ഷൻ്റെ പിന്നാലെ പോയിട്ടൊന്നൊരു കാര്യം, നമ്മൾ ആക്ഷൻ എടുക്കുക തന്നെ വേണം. നമുക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പ്രാക്ടീസ് വേണം. അല്ലാതെ വെറുതെ നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്കൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ആക്ഷൻ വേണം. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഇതല്ലേ, ഓ ഇങ്ങനൊരു സംഭവം കണ്ടു, അപ്പോൾ ഞാൻ വിചാരിക്കും നടക്കും എന്നൊരു തോന്നൽ നമുക്ക് വരുന്നത് കൊണ്ട് നമ്മൾ എന്താ പറയുക, ആക്ഷൻ എടുത്തേ പറ്റൂ. അപ്പോൾ എന്താ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പറയുക. പിന്നെ നിങ്ങൾക്കിത് ഹെൽപ്പായെന്ന് വിചാരിക്കണം. ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ആർക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ്, കേട്ട കാര്യങ്ങളാണ്, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതാണ് 1111 ഒരു സംഭവം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരുടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ നടക്കട്ടെ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ആക്ഷൻസൊക്കെ എടുക്കുക, കൺസിസ്റ്റൻ്റ് ആവുക, ഫോക്കസ് ചെയ്യുക, നല്ല രീതിക്കെല്ലാം നടക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ.